രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിലെത്തുകയും മാധ്യമങ്ങളെ കാണുകയൊക്കെ ചെയ്തു. സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുമെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ രാഹുലിൻ്റെ നിയമസഭയിലേക്ക് വന്നതിനെക്കുറിച്ച് സാർ കാണുന്നത്? ഒന്നാമത്തത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശനെ വെല്ലുവിളിക്കാൻ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല, മുന്നോട്ട് പോകണമെങ്കിൽ ഇത് തന്നെ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഷിബിലി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കയറിയ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ വലിയ കാര്യമായിട്ടുള്ള നടപടികളൊന്നുമില്ല. ആ സഭാ സമ്മേളനത്തിലുള്ളത് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അനുശോചനം അർപ്പിക്കുന്നതാണ്. വി എസ് അച്യുതാനന്ദൻ മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരിച്ചിട്ടുള്ള മറ്റേ MLA വരെയുള്ള ആളുകൾക്ക് അനുശോചനം അർപ്പിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങിനിടയ്ക്ക് ഇനി പ്രതിഷേധമൊന്നും ഉണ്ടാകാനിടയില്ല എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി അറിഞ്ഞു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കയറുന്നത് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്ന സമയത്താണ്. എന്ന് പറഞ്ഞാൽ ആ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്ന സമയത്ത് കൃത്യമായി എന്ത് ചെയ്യുന്നു, വന്നു കയറുന്നു. പ്രതിപക്ഷ നേതാവിന് കിട്ടേണ്ട ഒരു കവറേജ് അപ്പം തന്നെ ആർക്ക് കിട്ടി? രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടി. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള ഒരു വാചകവും അവിടെ ശ്രദ്ധിക്കപ്പെട്ടില്ല. പകരം സഭയിൽ ഞാൻ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കയറുന്നു, ഏതാണ്ട് ഒരു പച്ച ഷർട്ടൊക്കെ ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് അകത്തേക്ക് കയറി. ഈ അകത്തേക്ക് കയറാൻ വേണ്ടി വരുമ്പോൾ നേമം ഷജീർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് കൂടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, കോൺഗ്രസിൽ നിന്ന് മാറ്റി, എല്ലാം മാറ്റി എന്നൊക്കെ പറഞ്ഞാലും കൂടെ ഉള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ നേമം ഷജീർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ ഇത് വന്ന് കയറും. ഈ വന്ന് കയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിക്കുന്നത് ഷിബിലി ഒരു PR വർക്കിൻ്റെ അടുത്ത ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഓണാശംസക്ക് 57,000 എന്ത് ചെയ്തിട്ടുണ്ട്, ലൈക്കുകൾ അടിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഒരുപാട് ആളുകളെ കൊണ്ട് ഇപ്പോൾ മറുനാടൻ ഷാജൻ മുതൽ നിരവധി യൂട്യൂബ് ചാനലിലെ ആളുകളെ കൊണ്ടും രാഹുൽ ഈശ്വറിനെ കൊണ്ടുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗോഗാ വിളികൾ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഏതാണ്ട് രാഹുലിന് അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു പ്രതിധ്വനി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ഇനി താങ്കൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങണം. ഇനിയും അകത്ത് അടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല എന്ന് PR ഏജൻസികൾ ഉപദേശിച്ചതിൻ്റെ ഭാഗമായിട്ട് രാഹുൽ പുറത്തിറങ്ങി. ഇനി പുറത്തിറങ്ങിയിട്ട് നിയമസഭയിൽ ഇന്ന് വരാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഞാൻ വിചാരിക്കുന്നത് നാളെയും മറ്റന്നാളൊന്നും രാഹുൽ ചിലപ്പോൾ വരില്ലായിരിക്കും. പക്ഷേ ഇന്ന് വന്നതുപോലും ഭരണപക്ഷത്തിന് വലിയ ഗുണം ചെയ്യും. കാരണം അവർ നാളെ മുതൽ വലിയ ആയുധമായിട്ട് ഇതെല്ലാം തന്നെ ഉപയോഗിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വയനാടിൻ്റെ പ്രശ്നവും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവുമൊക്കെ വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ അവർ ഉന്നയിക്കാനാണ് സാധ്യത. പിന്നെ ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ചെറിയൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം കോൺഗ്രസിനകത്ത് ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഏതാണ്ട് KC വേണുഗോപാൽ പക്ഷത്തേക്ക് മാറുകയും VD സതീശനെ കൈവിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ VD സതീശൻ ഇതുകൊണ്ടൊന്നും ഭയക്കേണ്ട കാര്യമില്ല. കാരണം VD സതീശന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹം എടുക്കുന്ന നിലപാടുകളാണ് ഈ പറയുന്ന ശരിയായിട്ടുള്ള നിലപാട് എന്നുള്ളത് ജനത്തിനൊക്കെ ബോധ്യമുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ കേസിൽ പോലും VD സതീശൻ ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് കറക്റ്റായിട്ടുള്ള നിലപാട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞതിനെതിരായിട്ട് പോലും VD സതീശൻ ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത്. ഇനി അടുത്തത്, അദ്ദേഹം വളരെ കൃത്യമായി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റുമായിട്ട് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരുന്നു. ആ മാധ്യമങ്ങളെ കണ്ടത് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായി തുടരും, ടെക്നിക്കലി അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ സാധാരണ കോൺഗ്രസ്സുകാരനായി തുടരും, എന്നോടൊരു പാർട്ടിയും ഇവിടെ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ചിലരൊക്കെ എഴുതി കാണിക്കുന്നത് പാർട്ടിക്കെതിരായി ഇവിടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് എഴുതി കാണിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നേതാക്കൾ ആരെയും കാണാൻ ശ്രമിച്ചിട്ടില്ല, സസ്പെൻഷനിൽ നിൽക്കുമ്പോൾ അങ്ങനെ കാണാൻ ശ്രമിക്കരുത് എന്നറിയാനുള്ള വിവേചന ബുദ്ധിയൊക്കെ അദ്ദേഹത്തിലുണ്ടെന്നാണ്. പിന്നെ മൗനത്തിൽ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ മൗനത്തിലല്ല, 2 തവണ മാധ്യമങ്ങൾ ഇതിനിടക്ക് കണ്ടിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് പുള്ളി തൊട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോവാണ് ചെയ്തത്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം ആദ്യം തന്നെ പുള്ളി ഈ പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയുടെ ഒരു ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാനും പിന്നെ അതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന പോലെ വെറുതെ വന്ന് ഞഞ്ഞാ മിഞ്ഞാ ബബ്ബ എന്നൊക്കെ പറയാനും വേണ്ടിയിട്ടാണ് പുള്ളി വന്നിട്ടുള്ളത്. നാലാമത്തതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത്. അത് പുള്ളിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ പറയാം. പുള്ളി പറയുന്നത് അന്വേഷണം നടക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് പുള്ളി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അടുത്തത് പുള്ളി പറയുന്നത് പുള്ളി ഒരു രക്തസാക്ഷി പരിവേഷമെടുത്ത് അണിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 18ാമത്തെ വയസ്സിൽ ജയിലിൽ പോയ ഒരാളാണ് ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്ത്. അപ്പോൾ അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് പിണറായി വിജയൻ്റെ കാലത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പുള്ളി വളരെ പോരാളിയാണ് ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തിനെതിരെ എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, പരാതിയില്ലെന്ന് ഉറപ്പാക്കിയിട്ടല്ലേ ഇവിടെ വന്ന് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്, പത്രപ്രവർത്തനം ചോദിക്കുന്നുണ്ട്. അത് പുള്ളി നൈസായിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്തു, കേൾക്കാത്ത പോലെ എന്ത് ചെയ്തു വിട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ മരണം വരെ കോൺഗ്രസ്സുകാരനായി തുടരും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ള
ചെറിയ ചെറിയ ഈ പറയുന്ന കാളികൂടി സംഘങ്ങളെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാനായിട്ട് ഉത്തേജിപ്പിക്കാനായിട്ട് പറഞ്ഞേക്കാണ്. പിന്നെ ബൂത്തുകളിലേക്ക് പാർട്ടി പ്രവർത്തകർ വലിയ ഊർജ്ജം സംഭരിച്ച് സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ മറ്റേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെയാണല്ലോ, ആ തെരഞ്ഞെടുപ്പിലേക്ക് വരെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമയമാണ്, അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ ഊർജ്ജം സമാഹരിക്കണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒന്നങ്ങാട് ക്ലച്ച് പിടിച്ചു വന്നതാണ്. പക്ഷെ അപ്പോൾ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഈ പറയുന്ന പോലെ റഹീസ് റഷീദ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനുണ്ട്, റിപ്പോർട്ടർ ചാനൽ. ആ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചതോടുകൂടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലൂൺ സൂചി കൊണ്ട് കുത്തിയ പോലെ പോയി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദരേഖ, അതായത് പുറത്തേക്ക് വന്ന ശബ്ദരേഖ നിങ്ങളുടേതാണ് അല്ലെന്ന് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പെട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, തിരിഞ്ഞിട്ടൊരൊറ്റ ഓട്ടമായിരുന്നു വണ്ടിക്കകത്തേക്ക്. അപ്പോഴും റഹീസ് റഷീദ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ ഒന്ന് പറഞ്ഞിട്ടോ, ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് റഹീസ് റഷീദ് ആസ് എ ജേർണലിസ്റ്റ് ഒന്നുകൂടി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ പ്രൊവോക്കേഷനിൽ പുള്ളി വീണില്ല. റഹീസിന് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ കൃത്യമായിട്ട് തിരക്കഥ എന്ത് ചെയ്തിരുന്നു, എഴുതി തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള വളരെ വിദഗ്ധമായിട്ടുള്ള ഉപദേശം പുള്ളിക്ക് കിട്ടിയിരുന്നു. ഇതങ്ങനെ കഴിഞ്ഞതും ഷിബിലി അറിയേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ തന്നെ ഈ പറയുന്ന പോലെ സതീശൻ ഞെട്ടിപ്പറച്ചു, രാഹുൽ മാങ്കൂട്ടത്തിലെത്തി, രാഹുൽ മാങ്കൂട്ടത്തിൽ പോരാട്ടത്തിനൊരുങ്ങുന്നു, രാഹുൽ ജനം ഇരമ്പി വന്നു, എന്ത് ചെയ്തു, സതീശൻ ഓടിത്തേഞ്ഞു എന്നൊക്കെയുള്ള ഇൻ്റർവ്യൂകളൊക്കെ തന്നെ ചില ആളുകളെ കൊണ്ട് കുക്കടപ്പായിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ വന്ന് നിറഞ്ഞ് നമ്മുടെ ചാനലുകൾ മൊത്തം എന്ത് ചെയ്യാണ്, നിറഞ്ഞ് സാറ്റലൈറ്റ് ചാനലുകളിലില്ല, കാരണം അവരത്ര വലിയ തമ്മാടിത്തരം കാണിക്കാറില്ലല്ലോ. നമ്മുടെ യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയകളും ഒക്കെ ഇതുവഴി വന്നങ്ങാട് നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ അരുൺ, ഈ പറയുന്ന പോലെ ഡോക്ടർ അരുൺ കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ രാവിലെ മറ്റേ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തോ ഒരു കമൻറ്റ് പാസ്സാക്കി. ആ കമൻറ്റ് എൻ്റെ ഓർമ്മയിലെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസിലെ പ്രതിയാണ്, ലൈംഗികാരോപണ കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞു പോയി. ആ പ്രതിയാണെന്ന് പറഞ്ഞതിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ വളരെ മോശപ്പെട്ട കമൻറ്റുകളാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 10-100 പേരെ 125 പേരെ എന്ത് ചെയ്യാണ് ഷിബിലി കാശ് കൊടുത്ത് നിർത്തിയേക്കാണ്. ഇപ്പോൾ ഈ ഇരകളായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഒന്നും പാവങ്ങൾ കാശില്ലല്ലോ, അവരൊന്നും ഇത്ര കാശ് മുടക്കി ഇതിൻ്റെ പുറകെ ഓടാൻ പറ്റില്ല. ഇതൊക്കെ വളരെ കൃത്യമായി പെയ്ഡായി കാശ് മുടക്കി നടത്തുന്ന പരിപാടികളാണ്. ആ പരിപാടികളുടെ ബലത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വിചാരിക്കുന്നതെങ്കിൽ, ഷാഫി പറമ്പിലുമൊക്കെ വിചാരിക്കുന്നതെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇതിനുശേഷം KPCCയുടെ യോഗമുണ്ട്. ആ യോഗത്തിന് മുമ്പ് തീരുമാനമെടുക്കാൻ വേണ്ടി നേതാക്കളൊക്കെ ചേരുന്നതിന് മുമ്പ് ആ നേതാക്കളെ അടക്കം സ്വാധീനിക്കാൻ വേണ്ടി, അതായത് സോഷ്യൽ മീഡിയയും സാധാരണ ജനങ്ങളുമൊക്കെ രാഹുലിനൊപ്പമാണ്, രാഹുലിനൊപ്പം ഇതാ ഇരമ്പിയാർത്ത് ജനം വരുന്നു എന്നൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ് ഈ നടത്തിയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, ആരുടെയെങ്കിലും കയ്യിൽ കാശുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തരൂ, ഞാൻ അതിനേക്കാൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യാം, എക്സസൈസ് നടത്താം, എതിരായിട്ടുള്ളതൊക്കെ നടത്താം. ഇത് വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു മൂവാണ്, അല്ലാതെ ഇതിൻ്റെ പുറകെ ജനങ്ങളൊന്നുമില്ല. ജനങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലായി. ഇന്ന് റഹീസ് റഷീദ് ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരമില്ലാതിരുന്നുകൊണ്ട് ജനത്തിന് കാര്യം മനസ്സിലായി. കാരണം ഈ ശബ്ദരേഖ വ്യാജമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചതോടുകൂടി കാര്യം ഏതാണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ സാധാരണ മനുഷ്യർക്കും മനസ്സിലായി. പിന്നെ ഇവരുടെ കാളികൂളി സംഘങ്ങളെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പം പോരാളി ഷാജി പറഞ്ഞിട്ടിട്ടാണ് ആളുകൾ കമ്മ്യൂണിസ്റ്റ് ആയത്. ആടാ ഇപ്പോഴും CPM വോട്ടുള്ളത് പോരാളി ഷാജിയുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. പോരാളി ഷാജിയുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് 10 വോട്ടെങ്കിൽ 10 വോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. ഈ പറയുന്ന BJPക്ക് വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു 10ൽ 2 പേരുടെ വോട്ട് കളയുന്നത് ഇവിടെയുള്ള കുറേ BJPക്കാരായിട്ടുള്ള ആളുകളുടെ ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലുകളാണ്. കാരണം എന്ന് വെച്ചാൽ വെറുതെ ഒരുത്തരം അപഹസിക്കുക, ചില മാധ്യമ പ്രവർത്തകരെക്കുറിച്ച് വൃത്തികേട് പറയുക, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അതിൻ്റെ BJPക്കാരായിട്ട് അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ജനം ഇതൊക്കെ എന്നാണെങ്കിലും തള്ളിക്കളയും. ഈ ഗിമ്മിക്കൊന്നും വെച്ച് അധിക ദിവസം എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് ഷാഫി പറമ്പിൽ എന്ത് ചെയ്യായിരുന്നു, തൃശ്ശൂരിൽ ഷാഫി പറമ്പിൽ വന്നിട്ടുണ്ട് മറ്റേ പോരാട്ടം നയിക്കാനായിട്ട്. ഷാഫി പറമ്പിലിനോട് 2-3 ചോദ്യങ്ങൾ, താങ്കളുടെ പിൻഗാമിയായി വന്ന ആളല്ലേ രാഹുൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് KPCC പ്രസിഡന്റ് പറഞ്ഞതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം എന്നൊക്കെ പറഞ്ഞ് ഷാഫി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഷാഫി കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയണമെങ്കിൽ നിങ്ങളിവിടെ നിന്നോ, ഞാൻ മൈക്കും പിടിച്ച് അപ്പുറത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഷാഫി എന്ത് ചെയ്യുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. സാധാരണ ഷാഫി അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളല്ല, നമുക്കറിയാലോ, വളരെ ചിരിച്ച് സൗഹാർദ്ദപരമായി സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ലെവൽ തെറ്റിയിട്ടുണ്ട്. കാരണം ഇത് അങ്ങനെയൊന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്നൊരു കാര്യം അല്ല. പിന്നെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഒരു പടി കൂടി കിടന്നിട്ട് ഇങ്ങനെ ഈ ജനം ഇരമ്പിയാർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം
ഈ ലോകത്ത് ആരെങ്കിലും ഈ മലയാളികളെ അറിയാവുന്ന ആരെങ്കിലും പറയുമോ ഷിബിലി ഏതെങ്കിലും നേതാക്കളുടെ ഒപ്പം ഒരു രമ്പിയാർത്തൊക്കെ വരുമോ? വി എസ് അച്യുതാനന്ദനൊപ്പം ഒക്കെ പോലും ജനം ഇരമ്പിയാർത്തൊന്നും വന്നില്ലല്ലോ. മനസ്സിലായോ? ജനം മുഴുവൻ എന്താണ് മറ്റേ നേപ്പാളിലോ ശ്രീലങ്കയിലോ ബാക്കി ഇവിടെയൊക്കെ കലാപം ഉണ്ടാക്കിയ പോലെ, അവിടെയൊക്കെ പോലും 10% ആളുകളുണ്ട്. ആ കലാപം ഉണ്ടാക്കിയ പോലെ ഒരു ജനത്തിന് വേണ്ടി മറ്റേ കസേര കയ്യേറുകയോ ബാക്കിയുള്ളതൊന്നും ഈ കേരളത്തിലും ഇന്ത്യയിലൊന്നും ആൾ ചെയ്യില്ല. കാരണം കേരളത്തിൽ അത്യാവശ്യം സുഖലോലുപരായി ജീവിക്കുന്ന ആളുകളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് മാലയുടെ ഭക്ഷണം കഴിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ സ്വന്തം കാര്യം നോക്കിയിട്ട് മാത്രമേ, സ്വന്തം സ്വാർത്ഥതയുടെ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ട് മാത്രമേ മറ്റൊരു നേതാവിന് വേണ്ടി എന്ത് ചെയ്യുള്ളൂ. തമിഴ്നാട്ടിലുണ്ടാവും. തമിഴ്നാട്ടിൽ ഇപ്പോൾ MGRന് മറ്റേ എന്ത് ചെയ്യണം, റിക്ക് കൊടുക്കണം, കെട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 1 ലക്ഷം പേര് എന്ത് ചെയ്യും. 1 ലക്ഷം പേര് അവിടെ തയ്യാറായിട്ടില്ല. അതൊക്കെ പ്രൊപ്പഗാൻഡയായിരുന്നു. പക്ഷേ ഒരു 5000 പേരെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ 1000 പേരെങ്കിലും എന്ത് ചെയ്യും. നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും നേതാവിന് ഈ പറയുന്ന പോലെ ഒരു ലിവർ ദാനം ചെയ്യണോ, ഒരു വൃക്ക ദാനം ചെയ്യണോ എന്ന് പറഞ്ഞാൽ എത്ര പേര് ചെയ്യണോ? അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കളി മതി എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വെറുതെ അങ്ങോട്ട് എന്ത് ചെയ്യണത്. ഇനി വേണ്ട ഒരു സീറ്റ് മാറി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആകെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മറ്റേ DCC പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തവണ സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, രാജി മാറിക്കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരാൾ മാറാൻ പോലും തയ്യാറാകാത്തൊരു കാലത്താണ് ഈ ജീവിക്കുന്നത്. അപ്പോഴാണ് ഈ ഡയലോഗ് ജലം ഇരമ്പിയാർത്ത് വരുന്നത്. ഇതൊക്കെ ഓർക്കസ്ട്രേറ്റഡായി കൃത്യമായി കാശ് മേടിച്ചുകൊണ്ട് ചില യൂട്യൂബ് ചാനലുകൾ പണിയെടുക്കുന്നു. അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ലോകത്ത് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ചില ആളുകൾ ചിലപ്പോൾ അല്ലാതെയും ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടാവും. അത് അവർക്കൊക്കെ ചില കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് അവർ ന്യായീകരിക്കുന്നത്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒന്നും പറ്റിക്കാൻ മനസ്സിലാവില്ല. ജനങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് കൊടുത്താൽ 8 നിലയിൽ പൊട്ടും, വേറെ ഒന്നും സംഭവിക്കാനില്ല. സീറ്റ് കൊടുത്താൽ കോൺഗ്രസ് തന്നെ മിക്കവാറും അധികാരത്തിൽ വരില്ല. സീറ്റ് കൊടുക്കാതിരുന്നാൽ കോൺഗ്രസിന് എന്ത് ചെയ്യാം, അധികാരത്തിൽ വരാൻ പറ്റിയും.